അതീതമായ ജനം. ഗുരു, അങ്ങ് എന്തിനെ കുറിച്ചാണ് വിവരിക്കുന്നത്? ഞങ്ങൾക്ക് അത് വ്യക്തമാക്കി തരുമോ? നിങ്ങളുടെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത ഒരു വലിയ രഹസ്യ സത്യമാണ്. രഹസ്യ സത്യമോ? അതെ, അത് ഒരു സമയം ഒരു വലിയ രഹസ്യമാണ്. മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു വലിയ രഹസ്യം. അതേസമയം തന്നെ അതൊരു വലിയ സത്യവുമാണ്. പ്രാപഞ്ചിക അതിർവരമ്പുകളെ ഭേദിച്ചെത്തിയ നിത്യസത്യം. സർവചരാചരങ്ങളും അതിശയത്തോടെ നോക്കിക്കണ്ട സാക്ഷാൽ സത്യം. ഗുരു, ഞങ്ങൾക്ക് അതറിയണം. ലോകമെങ്ങും ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർ പഴയ നിയമ പ്രവാചനങ്ങൾക്ക് ശേഷം 400 പരം വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ദാവീദിന്റെ സന്തതിയായി യഹൂദന്മാരുടെ രക്ഷകനായി രാജാതി രാജാവായി വരുന്ന മിശിഹായി. റോമൻ ഭരണത്തിന്റെ മുടിചൂടാമന്ന് റോമാ കൈസർ ഇഷ്ടമുള്ള രീതിയിൽ ഭരണം നയിക്കുകയാണ്. യഹൂദന്മാരെ മുഴുവൻ അടിമകളാക്കി ഭരിക്കുന്നു. ജൂലിയസ് സീസറിന്റെ അനന്തരവനായ ഒക്ടേവിയൻ. ഗുരു, അഗസ്റ്റസ് സീസറിന്? അതെ, അത് പിൽക്കാല നാമം. ഓഗസ്റ്റസ് ഭരണം നടത്തുമ്പോൾ 14-ാം വർഷത്തിൽ സെൻസസ് എടുത്തു. കുറേനിയസ് അന്ന് സൂര്യനാട് വാഴുകയാണ്. ഗർഭിണിയായ മറിയമും യോസഫും പേർവഴി ചാർത്തുവാൻ ബേത്ലഹേമിലേക്ക് വന്നത്. റോമൻ സൈന്യത്തിന്റെ ഒരു താവളമായ നസ്രയത്തിലാണ് അവർ താമസിച്ചത്. മറിയത്തിന് പ്രസവ സമയമായതിനാൽ എങ്ങും സ്ഥലമില്ലാതെ കല്ലിടാവിൽ പ്രസവിച്ചു. പശുത്തൊഴുത്തിൽ കിടത്തുകയും ചെയ്തു. കിഴക്ക് ഈ ശിശുവിന്റെ ജനനത്തെ അറിയിച്ച നക്ഷത്രം കണ്ട മഹാപണ്ഡിതന്മാർ അതിനെ അനുഗമിച്ചു. നമുക്കിപ്പോഴും കേൾക്കാം, ഉൾത്തെളിവായി കാണാൻ സാധിക്കും. ഇവിടെ കേൾക്കാം, കാതോർക്കൂ അവരുടെ സംസാരങ്ങൾ. Play. ഇതിനെക്കുറിച്ച് ഓരകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. മത്തായി ശ്ലീഹയും വിശുദ്ധ ലൂക്കോസും എഴുതിയിരിക്കുന്നു. യെശയ്യാവും മീഖായും ഒക്കെ കാലങ്ങൾക്ക് മുമ്പേ ഇത് പ്രവചിച്ചതാണ്. ഈ കന്യകാജനനം. ഗുരു, ഞങ്ങൾ വായിച്ചത് ഓർക്കുന്നു. തിരുവചനം വായിച്ചാൽ പോരാ, പഠിക്കണം, ധ്യാനിക്കണം, ജീവിതത്തിൽ ഉപയോഗിക്കുകയും വേണം. തിരുമനസ്സേ, 3 വിദ്വാൻമാരും പണ്ഡിതന്മാർ തന്നെ ആയിരുന്നു? മൂവരുമല്ല, 4-ാമൻ മഹാപണ്ഡിതൻ. 4-ാമനോ? ഗുരുവേ, 3 പണ്ഡിതന്മാരല്ലേ? അല്ല, 4 പേരാണവർ. 4-ാമൻ അതിഭയങ്കരൻ മഹാപണ്ഡിതൻ, സർവോപരി സർവലോകാതീത ജ്ഞാനി. ആകാശത്തിന്റെ ചെറിയ ചലനം പോലും അറിയുന്നവൻ, ഭൂമിയുടെ ചെറിയ ശബ്ദം പോലും അളന്ന് വിവരിക്കുന്നവൻ. ചരിത്രം അവനെ വർണ്ണിക്കുന്നുണ്ട്. അവന്റെ പേരാണ് ആർത്തഭാ. പ്രിയ കലാസ്നേഹികളെ, MGM യുവജന പ്രസ്ഥാനം അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്നു. ബൈബിൾ നാടകം 4-ാമൻ. നാടക രചനാ സംഭാഷണം ഫാദർ റിജു പി കോസി വടക്കേതലയ്ക്ക്. നാടക സംവിധാനം അനു വർഗീസ്. ശബ്ദ സംയോജനം ഷിജു കടമനാട്. വസ്ത്രാലങ്കാരം സണ്ണി വിസുവൻ. ശബ്ദവും വെളിച്ചവും കിങ്സ് ഓർക്കസ്ട്ര. പ്രിയ കലാസ്നേഹികളെ, ഈ നാടകം ഈ വേദിയിൽ നടത്തുവാൻ തക്കോണം ഭാഗ്യം തന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളേവരുടെയും അനുഗ്രഹ ആശിസുകൂടി MGM യുവജന പ്രസ്ഥാനം ആരംഭിക്കട്ടെ. 4-ാമൻ. ശിവജ
മെൽസർ, താങ്കൾക്ക് ആർത്തബാന്റെ കുറിപ്പ് ലഭിച്ചില്ലേ? എനിക്ക് ലഭിച്ചു. അത്ഭുതമായിരിക്കുന്നു. കേട്ടിട്ട് കാതിന് തൃപ്തി വരുന്നില്ല, വായിച്ചിട്ട് മനസ്സിന് മതിയാവുന്നില്ല. സത്യമായിരിക്കുമോ? വേദഗ്രന്ഥങ്ങൾ പരാമർശിക്കുന്നത് സത്യം തന്നെ. നീതിയുടെ മഹാരാജൻ തെന്മയുടെയും അക്രമത്തിന്റെയും താഴ്ന്നിരിക്കുന്നു. ജനത്തെ മോചിപ്പിക്കുന്ന പുതിയ ഗുരു. മാത്രമോ ബെൽഷസർ, യഹൂദ ജനതയുടെ മോചകനായി ഒരു കന്യകയിൽ നിന്ന് ജനിക്കുന്ന വലിയ രാജാവ്, ലോകത്തെ മുഴുവനും ഭരിക്കുന്ന രാജാവ്. ആർത്തവാൻ തെറ്റുപറ്റിയതാണോ? ആർത്തബാന് തെറ്റുപറ്റാനോ? അസാധ്യം. പോരെങ്കിൽ നക്ഷത്രം ഇപ്പോഴും തെളിഞ്ഞ് നമ്മുടെ മുകളിൽ പ്രകാശിക്കുന്നു. പ്രപഞ്ച ചക്രവാളത്തിലുണ്ടായ വ്യതിയാനം, ജീവികളിൽ ദർശിക്കുന്ന വ്യതിയാനങ്ങൾ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ മെൽസർ? എനിക്ക് കാണണം, കാണണം. ഈ കാഴ്ച നേരിൽ കാണണം. ജീവിതത്തിന്റെ അന്ത്യമുണ്ടാക്കുന്നവരെ കാണണം. പിന്നെ എന്ത് സംഭവിക്കും? ബെൽസർ, ആ ആഗ്രഹം എനിക്കുമുണ്ട്. എന്നാൽ എങ്ങനെ? ഒന്നും അറിയാത്തവരല്ലേ നിങ്ങൾ? കാലങ്ങൾ തന്നെ എടുക്കേണ്ടി വരുന്ന ദീർഘദൂരം, മലയും കാടും തടാകവും മരുഭൂമിയും താണ്ടി പൗരസ്ത്യദേശത്തിൽ നിന്ന് എങ്ങനെ? ആഗ്രഹം നേരുമ്പോൾ അനേകം തടസ്സങ്ങൾ. എന്തു ചെയ്യും? മനസ്സിനെ അഴിച്ചുവിടൂ. ജീവിത സാഫല്യത്തെ കുറിച്ച് ചിന്തിക്കൂ മെൽസർ. നമ്മൾ പോകും. നമ്മൾ 4 പേര് പോകും. ഒരുമിച്ച് പോകും. അദ്ദേഹം ഒരു വലിയ രാജാവായിരുന്നാൽ അദ്ദേഹത്തിന് വിശേഷമായൊന്നും ഞാൻ കരുതിയിട്ടുണ്ട്. എന്റെ സമ്പാദ്യം അതിന് തികഞ്ഞില്ല, എങ്കിലും ഞാൻ കരുതിയിട്ടുണ്ട്. ആർത്തബാൻ തന്റെ സർവ്വ നിക്ഷേപവും വിറ്റ് 3 വിലയേറിയ രത്നങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞാനും വാങ്ങിയിട്ടുണ്ട്. ആ വലിയ പ്രവാചകന് സുലഭമല്ലാത്ത ശ്രേഷ്ഠമേറിയ 3, ആരും കൊതിക്കുന്ന പ്രവാചക അഭിഷേകത്തിന്റെ പ്രതീകം. മെൽസർ, നിങ്ങളുടെ സമ്മാനം? ഞാനും കരുതിയിട്ടുണ്ട്. അദ്ദേഹം വലിയ പുരോഹിതനാണ്. പർദീസയുടെ ചിഹ്നമായ കുന്തിരിക്കമാണ് എന്റെ കയ്യിൽ. നക്ഷത്രം കണ്ടിട്ട് ദിവസമേറെയായി. ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് സിലോക്കിയുടെ താഴ്വരയിൽ കണ്ടുമുട്ടാം. തന്നിരിക്കുന്ന കുറിപ്പ് പ്രകാരം കിന്തോയുടെ ദേശത്ത് വെച്ച് ആർത്തവാൻ നമ്മോടൊപ്പം ചേരും. അവിടെ നിന്ന് ഒരുമിച്ച് കന്യകയുടെ മകനെ കാണുവാൻ സാധിക്കും. ഇവൻ 4 ആർത്തവൻ തന്റെ കുതിരപ്പുറത്ത് അതിവേഗം യാത്ര ചെയ്തു. ഹിന്ദുവിന്റെ ദേശത്ത് വെച്ച് തന്റെ സഹചാരികളെ കാണുവാനായി പുറപ്പെട്ടുകൊണ്ട് 3 വിലയേറിയ രത്നങ്ങളുമായി മലകളും കാടുകളും താണ്ടിയുള്ള യാത്ര. അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഈ യാത്രയിൽ ഈ കാടിന്റെ നടുവിൽ ആരുടെ നിലവിളിയാണിത്? ആരെയും കാണുന്നില്ലല്ലോ. നിങ്ങൾ ആരാണ്? എങ്ങനെ ഈ കാട്ടിൽ? വെള്ളം, വെള്ളം. നിങ്ങളുടെ വീട് എവിടെയാണ്? ആ കാണുന്ന കുന്നിന്റെ അങ്ങേ ചെരുവിലാണ്. അവർ എന്നെ ഇവിടെ ഉപേക്ഷിച്ചു. എന്റെ സ്വത്തുക്കളെല്ലാം അവർ സ്വന്തമാക്കി. കുഞ്ഞെ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്? ഞാൻ ഒരാൾ അല്ല, മിശിഹായെ കാണാൻ ഇറങ്ങിയതാണ്. അങ്ങ് കിഴക്ക് നക്ഷത്രം കണ്ടിറങ്ങിയതാണ്. പോട്ടെ, അത് കഴിഞ്ഞു. സമയമേറെയായി. എന്റെ കൂട്ടുകാർ അവര് പോയി കാണും. സാരമില്ല. നിങ്ങൾക്കറിയാമോ, ഞാനും ഒരു യഹൂദനാണ്. മെശിഹായുടെ ജനനം അങ്ങ് ബേതലഹേമിലാണ്. യഹൂദിയായ ബേതലഹേമിൽ ഞാൻ കാത്തിരിക്കുന്നത് അതിനാണ്. ആ സമയത്ത് ഹെരോദാവിന്റെ കൽപ്പന പ്രകാരം 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുവാൻ പടയാളികൾ പാഞ്ഞു നടക്കുകയാണ്.